ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ
ആക്ച്വലി അത്തരത്തിലുള്ള ഒരു ഉദ്ദേശമാണ് ലിറ്ററേച്ചറിനുള്ളത്. ഓക്കെ, ഏതൊരു കാലഘട്ടമായാലും ആ ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ക്രിയേറ്റിവിറ്റിയെ കാണിച്ചു കൊടുക്കുക, വരുന്ന കാലഘട്ടങ്ങൾക്ക് അത് എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, അതായത് മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടം ആകുമ്പോഴേക്കും ഓറൽ ലിറ്ററേച്ചർ അല്ലെ, ഓറൽ ലിറ്ററേച്ചറിൽ പതിയെ വഴി മാറിയിട്ട് എന്തിലേക്കാണ് മാറിയത്? വിഷ്വൽ ലിറ്ററേച്ചർ, അതായത് ഹാൻഡ് റിട്ടൺ അല്ലെ, ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റുകൾ അല്ലെ, അതായത് കേവ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രീ ഹിസ്റ്ററിക് ടൈമിലുള്ള ഗുഹയിലുള്ള ഓരോ പെയിന്റിങ്ങുകൾ, ഇതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പക്ഷെ പ്രിന്റിംഗ് പ്രസിന്റെ ഇൻവെൻഷനോട് കൂടി ഈ ഒരു ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റിന്റെ ഡിമാൻഡ് അഥവാ അതിലേക്കുള്ള ആൾക്കാരുടെ ചിന്തകൾ മാറി മാറി വന്നു. പക്ഷെ അന്നും ഇന്നും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു വിഷ്വൽ ലിറ്ററേച്ചറുടെ ഒരു ഫോം ഏതാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡ്രാമയാണ് കേട്ടോ. അതായത് ഡ്രാമ, അതായത് ഇന്നത്തെ, അതായത് ഡ്രാമകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിനൈസൻസ്, എലിസബത്തൻ പീരീഡില് ഭയങ്കര ഫേമസ് ആയിരുന്ന ഒരു കലാരൂപമായിരുന്നു. എന്നാൽ ഇന്നും ഡ്രാമകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ, അതായത് ഡ്രാമകളുടെ ഒരു അഡ്വാൻസ്ഡ് ഫോം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്താണത്? ഫിലിംസ് അല്ലെ, റെക്കോർഡഡ് ഫിലിംസ്. അതായത് ഡ്രാമകളെ പോലെ തന്നെ ആദ്യം ഒരു റിട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ആക്ടേഴ്സും കോ ആക്ടേഴ്സും അതിനനുസരിച്ചുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് വേഷവിധാനം ചെയ്യുന്നു അല്ലെ, അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു, അതിലൊരു സ്റ്റോറി ഉണ്ടാകുന്നു. അതെ, അതായത് ആക്ച്വലി ഡ്രാമയുടെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലിം, അതായത് റെക്കോർഡഡ് ഫിലിംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചറിന്റെ ജനേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അഥവാ ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ലെസണിൽ ആക്ച്വലി നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് ടേംസിന്റെ ഡെഫിനിഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനും ശ്രദ്ധിക്കാനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തത് കേൾക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം ലിറ്ററേച്ചറിന്റെ ജനേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലിറ്ററേച്ചർ ജനേഴ്സ് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ 3 ഫോംസുകളാണുള്ളത്. ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ 3 ഫോംസുകളാണുള്ളത്. അതായത് അതിൽ ആ 3 എണ്ണം ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം. എപ്പിക്, ഡ്രാമ, അതുപോലെ തന്നെ പോയട്രി. ഇതാണ് ഇത്തരത്തിലുള്ള ഈ 3 ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്ത്? ജനേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ 3 ഫോംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഏതൊക്കെയാണ്? എപ്പിക്, ഡ്രാമ, അതുപോലെ തന്നെ പോയട്രി. ഈ 3 ക്ലാസിഫിക്കേഷനെയും വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? ജനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പർപ്പസിനാണ്. മനസ്സിലായല്ലോ? ഈ 3 കാര്യങ്ങൾ, അതായത് ഈ 3 ക്ലാസിഫിക്കേഷനിൽ പെടാത്ത ചില ലിറ്ററേച്ചർ, അതായത് ചില വർക്ക്സുകൾ ഉണ്ടാവും. ആ വർക്ക്സുകൾ സാധാരണ ഇന്നത്തെ കാലത്ത് ടെക്സ്റ്റ് അനാലിസിസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ 3 ഇതിലും പെടാത്ത, ഈ 3 കാറ്റഗറിയിലും പെടാത്ത ചില പ്രത്യേകതരം ലിറ്ററേച്ചർ ഫോംസ് ഉണ്ടാവും. അതായത് ടോട്ടലി അൺയൂസ്ഫുൾ ആണ്, അഥവാ മീനിങ്ലെസ് ആണ് എന്നൊക്കെ തോന്നുന്ന ചില ലിറ്ററേച്ചർ ഫോംസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇതിന് മീനിങ്ലെസ് ആണ്, ഇതുകൊണ്ട് ഒന്നും ഇവർക്ക് അതായത് ഇതിലൊന്നും ഇല്ല, ഇതിന്റെ കണ്ടന്റ് ഇല്ല എന്നൊക്കെ തോന്നുന്ന ചില ആർട്ട് ഫോംസ് അഥവാ ചില ലിറ്ററേച്ചർ ഫോംസ് ടെക്സ്റ്റ് അനാലിസിസിന് കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ 3 ഫോംസ് പറഞ്ഞു. ഈ 3 ഫോംസിലെ ഒന്നാണ് എന്ത്? എപ്പിക് എന്ന് പറയുന്നത് അല്ലെ. ഈ എപ്പിക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പോയട്രിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്ന ഒന്നല്ല. നമ്മൾ എപ്പിക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഇറ്റ് ഈസ് എ ഫോം ഓഫ് പോയട്രി, അല്ലെങ്കിൽ അത് പോയട്രിന്റെ ജനേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് ചിലപ്പോൾ മിക്കവർക്കും കൺഫ്യൂഷൻ ആകും. പക്ഷെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, എപ്പിക് എന്ന് പറയുന്നത്
ക്ലാസിഫിക്കേഷനിൽ വരുന്നതല്ല, മറിച്ച് നമുക്ക് ഒരു ലാറ്ററിന്റെ സ്ട്രക്ചറൽ അനാലിസേഷൻ ആണ് എന്തിനുള്ളത്, എപ്പിക്കിനുള്ളത്. മനസ്സിലായില്ല? അതുകൊണ്ട് ഒരിക്കലും ഇത് പോയട്രിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല എപ്പിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ നോവലുകൾ ഉണ്ടല്ലോ, ഓക്കെ, നോവൽസിന്റെ ഒരു സ്ട്രക്ചർ ആണ് എന്തിനുള്ളത്, എപ്പിക്കിന് ഉള്ളത്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും എപ്പിക്കിനെ പോയട്രിന്റെ ക്ലാസിഫിക്കേഷനും നമുക്ക് ഒരിക്കലും ചേർക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവയിലൊന്നും പെടാതെ മീനിങ്ലെസ് എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എന്തിനു കൊടുക്കാറുണ്ട്, ടെക്സ്റ്റ് അനാലിസിസിന് കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ ടെക്സ്റ്റ് ടൈപ്പുകൾ, അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പുകൾ ഇവയൊന്നും കൂടാതെ തന്നെ മറ്റുള്ള ഫോമിലും ആവാം. അതായത് ആക്ച്വലി ഹൈലി കൺവെൻഷൻ ആയിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ്സിനെയും, മനസ്സിലായോ, എഴുത്തു രൂപത്തിലുള്ള ഹൈലി കൺവെൻഷൻ ആയിട്ടുള്ള എഴുത്തു രൂപത്തിലുള്ള ഡോക്യുമെന്റ്സിനെയും മാത്രമല്ല മാനുവൽസിനെയും സെർമോൺസിനെയും എല്ലാം തന്നെ നമ്മൾ ഈ ടെക്സ്റ്റ് ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ജനേഴ്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് ക്ലാസിഫിക്കേഷനെ വിളിക്കാനുള്ള ടേംസും, ആ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ, എപ്പിക്, ഡ്രാമ, മറ്റൊന്ന് പോയട്രി, അല്ലേ? ഈ മൂന്ന് ക്ലാസിഫിക്കേഷനെ വിളിക്കാനുള്ള ഒരു ടേം ആയിട്ടാണ് ജനേഴ്സ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് നോൺ കനോണിയൽ, ഓക്കെ, നോൺ കനോണിയൽ റിട്ടൺസിനെയാണ്, അതായത് റിട്ടൺ ഡോക്യുമെന്റ്സ് അഥവാ റൈറ്റിംഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞുതരാം. ജനേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ക്ലാസിക്കൽ ക്ലാസിഫിക്കേഷൻ, ഓക്കെ, ഓഫ് ലിറ്ററേച്ചർ. ഈ ലിറ്ററേച്ചറെ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന, അതിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ടേം ആണ് ജനർ അഥവാ ജനേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത് നോൺ കനോണിക്കൽ, ഓക്കെ, നോൺ കനോണിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് അഥവാ റിട്ടൺ ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചറിന്റെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസുകൾ ഏതൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യുന്ന, അതായത് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, കാറ്റഗറൈസേഷൻ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിറ്ററേച്ചറിന്റെ പ്രൈമറി സോഴ്സസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി പോയാലോ. പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിന്റെ പ്രൈമറി സോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ലിറ്റററി ക്രിറ്റിസിസത്തിനെ, ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെയാണ് നമ്മളിവിടെ പ്രൈമറി സോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ലിറ്റററി ക്രിറ്റിസിസത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഓക്കെ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വിദ്യകൾ അഥവാ ഒബ്ജക്റ്റുകൾ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി സോഴ്സസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ, അഥവാ ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസിന്റെ അണ്ടറിൽ വരുന്നത് നോക്കിയാലോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഫിക്ഷൻ ഒന്നാമത്തേതാണ് എന്ത്, ഫിക്ഷൻ. ഫിക്ഷൻ എന്താണെന്ന് അറിയാലോ, കെട്ടുകഥകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ, ഫിക്ഷൻ. അതുപോലെ തന്നെ പോയട്രി, പിന്നെ മൂന്നാമത്തെ ഏതാ, ഡ്രാമ. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ പ്രൈമറി സോഴ്സസിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്, ഫിക്ഷൻ, പോയട്രി, പിന്നെ മറ്റൊന്ന് ഡ്രാമ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നേരെ സെക്കൻഡറി സോഴ്സസിലോട്ട് പോകാം. സെക്കൻഡറി സോഴ്സസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രൈമറി സോഴ്സസിൽ ഫിക്ഷന്റെയും അതുപോലെ തന്നെ ഡ്രാമകളുടെയും പോയട്രിന്റെയും ടെക്സ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡറി സോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്ത ടെക്സ്റ്റുകൾ ഏതൊക്കെയാ നോക്കുമ്പോൾ ആർട്ടിക്കിൾസ്, ഓക്കെ, ആർട്ടിക്കിൾസിന്റെയും അതുപോലെ തന്നെ എസ്സേകളുടെയും, ഓക്കെ, എസ്സേകളുടെയും പിന്നെ മാത്രമല്ല
ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകതകൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജേർണൽസ് തന്നെ നോക്കാം. ജേർണൽസിലൂടെയാണ് റീഡേഴ്സിന്, വായനക്കാർക്ക് പുതിയ അഡ്വാൻസ്മെന്റ് എന്താണ്, പുതിയ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പുതിയ ഡിസ്കവറീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വായനക്കാരിൽ എത്തിക്കുന്നത് ഏതിലൂടെയാണ്? ജേർണൽസ് വഴിയാണ്. നമുക്ക് എസ്സേ എടുത്ത് നോക്കുകയാണെങ്കിൽ എസ്സേ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത ഒരു കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു റിസർച്ചറിന്റെ ഓണർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതൊരു നോർമൽ എസ്സേ അല്ല. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫെസ്ട്രിപ്റ്റ് എന്ന് വിളിക്കുന്നു. ഈ ഫെസ്ട്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം എന്ത് ടേം ആണ്? ജർമ്മനിക് ടേം ആണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ കളക്ഷൻ ഓഫ് എസ്സേകളുടെ ഒരു കളക്ഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആന്തോളജി. മനസ്സിലായോ? നോർമൽ ആയിട്ടുള്ള എ കളക്ഷൻ ഓഫ് എസ്സേകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ആന്തോളജി. എന്നാൽ ഈ ഫെസ്ട്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള റിസർച്ചർ റിസർച്ചറിന്റെ ഓണർ ചെയ്തുകൊണ്ട് ഓണറബിൾ ആയി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓണർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു എസ്സേ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെസ്ട്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫെസ്ട്രിപ്റ്റ് എന്ന് പറയുന്ന ടേം എന്ത് ടേം ആണ്? അതൊരു ജർമ്മനിക് ടേം ആണ്. മനസ്സിലായോ? ആക്ച്വലി ഇവിടെ പ്രൈമറി സോഴ്സസിന്റെയും സെക്കൻഡറി സോഴ്സസിന്റെയും ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് കുറച്ച് ടാസ്ക് ഏറിയ ഒരു വിഷയമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നതിലുപരി നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രൈമറി സോഴ്സസ് ആയാലും സെക്കൻഡറി സോഴ്സസ് ആയാലും നിങ്ങൾ അതിന്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്, കാറ്റഗറൈസേഷൻ എന്താണ്, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാപാഠം പഠിക്കുക തന്നെ വേണം. അതായത് ഇപ്പൊ പ്രൈമറി സോഴ്സസിന് അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫിക്ഷന്റെയും പോയട്രിയുടെയും ഡ്രാമകളുടെയും ടെക്സ്റ്റുകളാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില എക്സാമ്പിൾസ് നിങ്ങൾ മനഃപാഠമാക്കി പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. ഭയങ്കര ചെറിയ പാഠമാണ്. ഓരോന്നിന്റെ ഡെഫിനിഷൻ ആണ് അഥവാ പുതിയ ടേംസുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.